ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ വ്യക്തമായ ശബ്ദം കേൾക്കണം. ഈ പ്രാർത്ഥിക്കുന്നവരാണേലും നമ്മൾ ക്ഷീണിച്ചു പോകുന്ന ചില സമയങ്ങൾ വരും. ഇനി വയ്യ കർത്താവേ, ഇനി എന്തിനാ, ഇനി അങ്ങോട്ട് ഒരടി മുന്നോട്ട് വെക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. എലിയാവിന്റെ പ്രാർത്ഥന എന്തുവാ? കർത്താവേ മതി, എന്നെ അങ്ങ് എടുത്തേരെ. എന്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ ശ്രേഷ്ഠനല്ലല്ലോ. ഇത്രയും വലിയ ശുശ്രൂഷയൊക്കെ ചെയ്തിട്ട് ഏലിയാവ് പറയേണ്ട ഇതാണോ ഏലിയാവ് പറയേണ്ടത്? എന്നാൽ ഒരു കാര്യം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പകൽക്കാലം നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക. എത്ര ശ്രേഷ്ഠമായ, എത്ര ശക്തമായ ശുശ്രൂഷയിൽ നിന്നാലും, എത്ര ശക്തമായി ആരാധിക്കുന്നവരാണേലും, എത്ര ശക്തിയോടെ പ്രാർത്ഥിക്കുന്നവരാണേലും, നമ്മളെല്ലാവരും കടന്നു പോകുന്ന ഒരു ഡ്രെയിൻഡ് ആയിട്ടുള്ള ഒരു പീരിയഡ് ഉണ്ട്. അടുത്തെന്തുവാ ചെയ്യാൻ പറ്റില്ല എന്ന് അറിയാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 19-ാം അധ്യായത്തിലുണ്ട്. പ്രൈസ് ലോർഡ്. അതിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ച് നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവൻ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഏലിയാ പ്രവാചകൻ ദൈവത്തോട് പറയുക, സ്തോത്രം, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുക. എന്തുവാ സംഭവിച്ചെന്നറിയാമോ? കർമ്മേൽ പർവ്വതത്തിൽ വെച്ചിട്ട് ബാലിന്റെ പ്രവാചകന്മാരെ കൊന്നു കളഞ്ഞ ശേഷം അടുത്ത സംഭവിക്കുന്നത് എന്തുവാ? ഇസബേൽ ഇത് അറിഞ്ഞപ്പോ പറഞ്ഞു, ഇവനെ ഞാൻ വെറുതെ വിടത്തില്ല. ഒരുത്തനെ പറഞ്ഞേച്ചു പറഞ്ഞു, ബാലിന്റെ പ്രവാചകന്മാരെ കൊന്നു കളഞ്ഞത് കൊണ്ട് ഏലിയാവിനെ എന്ത് ചെയ്യത്തില്ല, വെറുതെ വിടത്തില്ല. ഇത് കേട്ട് അറിഞ്ഞ സമയം വന്നപ്പോ ഏലിയാവിന് ഭയമായി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് ഈ ഭാഗം നിങ്ങൾ ഒന്ന് ശ്രദ്ധയോടെ കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും നമ്മൾ വിശ്വാസം നിൽക്കുന്നവരാ, നമ്മൾ ശക്തിയോടെ നിൽക്കുന്നവരാ എന്നൊക്കെ പറഞ്ഞാലും പ്രൈസ് ദി ലോർഡ്, നമ്മൾ ചെന്ന് നിൽക്കുന്ന ഒരു മേഖലയുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്, അടുത്ത് എന്തുവാ ചുവട് വെക്കേണ്ടത് എന്നറിയാതെ നിൽക്കുന്ന ഒരു സമയം. വലിയ ശുശ്രൂഷകനായിരുന്നു സ്നാപക യോഹന്നാൻ, അല്ലേ? സ്നാപകൻ യേശു കർത്താവിനെ സ്നാനപ്പെടുത്തിയ വലിയൊരു ശുശ്രൂഷകനാ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് യേശു കർത്താവ് പ്രൈസ് ദി ലോർഡ് ശുശ്രൂഷകളൊക്കെ ചെയ്ത് നടക്കുമ്പോൾ ഹേരോദാവ് യോഹന്നാൻ സ്നാപകനെ പിടിച്ചുകൊണ്ട് ജയിലിലിട്ടു. അവിടെ ജയിലിൽ കിടന്നുകൊണ്ട് സ്നാപകൻ ഒരു ചോദ്യം ചോദിക്കുന്നത്, എന്തുവാ, വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ മറ്റൊരു വേണ്ടി കാത്തിരിക്കണമോ? പ്രൈസ് ദി ലോർഡ്. അതെന്തു ആ ചോദ്യം അങ്ങനെ ചോദിച്ചത്? യേശു കർത്താവ് വരുവാനുള്ളവനാണെന്നും യേശു കർത്താവ് മശിഹയാണെന്നും നന്നായിട്ട് അറിയാമായിരുന്ന സ്നാപകൻ എന്തുവാ ആ ചോദ്യം ചോദിച്ചത്? പ്രൈസ് ദി ലോർഡ്. തന്റെ ജീവിതത്തിൽ നടക്കുന്ന അസാധാരണമായ സംഭവങ്ങളെ കുറിച്ച് ഓർത്തപ്പോ, കഴിഞ്ഞ കുറെ നാളുകളായി ജയിലിനടുത്ത് അടച്ചിട്ടിരിക്കുക, പുറത്തേക്ക് പോകാൻ പറ്റുമോ എന്ന് ഇനി അറിയത്തില്ല. ഈ ചുവരുകൾക്കപ്പുറത്ത് എനിക്കിനി കടക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. അങ്ങനെ ഇരുട്ടിന്റെ നടുവിൽ നടക്കുമ്പോൾ യോഹന്നാന് സംശയമായി. പ്രൈസ് ദി ലോർഡ്. ഈ വന്നവൻ യേശു തന്നെയോ അതോ ഞങ്ങൾ മറ്റാർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കണമോ? നമ്മുടെ മുമ്പിൽ വഴികൾ അടയുമ്പോൾ, അടുത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പോകുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, വാതിലുകൾ അടഞ്ഞു കിടക്കുമ്പോൾ, നമ്മൾ എത്ര ശ്രമിച്ചിട്ടും, നമ്മൾ തുറക്കാൻ ശ്രമിച്ചിട്ടും വാതിൽ നമ്മുടെ മുമ്പിൽ അടഞ്ഞു തന്നെ കിടക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ? തമ്പുരാൻ എന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ? ദൈവം സത്യമായും ദൈവം സംസാരിക്കുമോ? ദൈവം സംസാരിക്കുമോ എന്ന് പറയുന്നത് വെറുതെയാണോ? അതോ ദൈവം എന്നോട് സംസാരിക്കുമോ? ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ അങ്ങനെ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. അതിനുള്ള ഒരു മറുപടിയാ ഏലിയാവിന്റെ ജീവിതത്തിൽ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഒത്തിരി കർത്താവിന് വേണ്ടി, കർത്താവിനോട് പറ്റി നിന്നവരൊക്കെ ഈ ഒരു ഫേസിലൂടെ പോയിട്ടുണ്ട്. എനിക്ക് എല്ലാവരുടെ കാര്യം പറയാൻ അറിയത്തില്ല. ദൈവത്തോട് നിങ്ങൾ എത്രത്തോളം പറ്റി നിൽക്കുന്നുണ്ടോ അങ്ങനെയുള്ളവരൊക്കെ ഈ ഫേസിലൂടെ പോയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്താ എന്ത് കർത്താവിന്റെ ശബ്ദം ഞാൻ കേൾക്കാത്ത? എന്താ ഞാൻ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്ത? ഞാൻ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തില്ല, പിന്നെ എന്താ ഇതൊരു കാര്യം കൂടെ നടക്കാത്തത്? എന്താ എൻ്റെ ഭവനത്തിൽ വിഷയം മാറിപ്പോകാത്തത്? എന്താ എൻ്റെ ജോലിയിൽ വിഷയം നടക്കാത്തത്? എന്താ ദൈവം എന്താ എന്നോട് സംസാരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ ഒരു ഘട്ടത്തിലൂടെ പോകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാകണം, ആ സമയം നമ്മൾ ഒറ്റപ്പെട്ട് ദൈവസ്ഥയിൽ നിൽക്കേണ്ട സമയമാണ്.
പ്രൈസ് ദി ലോർഡ്. നമ്മൾ അധിക സമയം ദൈവത്തോട് പറ്റിയിരുന്ന് ദൈവത്തിന്റെ ശബ്ദം, നിങ്ങൾ ആ സമയം കേൾക്കുന്ന ഒരുപാട് ശബ്ദങ്ങൾ കാണും. നീ ഇങ്ങനെ ചെയ്തു നോക്ക്, നീ ഇങ്ങനെ ചെയ്തു നോക്ക്, അങ്ങനെ ഒരുപാട് ശബ്ദങ്ങൾ കാണും. അതിനൊന്നും ചെവി കൊടുക്കാതെ ദൈവത്തിന്റെ സന്നിധിയിൽ പോയിരുന്ന് കർത്താവിനോട് വിഷയങ്ങൾ പറയണം. കാരണം ആ സന്നിധിയിൽ നമ്മൾ ചെന്നിരിക്കുമ്പോൾ നമ്മുടെ വിഷയങ്ങൾ ഏറ്റു പറയുമ്പോൾ തമ്പുരാൻ ആ വിഷയത്തിന്റെ മേലൊരു മറുപടിയുണ്ട്. അതാണ് നമുക്കുള്ള മറുപടി. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കള് മിഥ്യാനിൽ നിന്ന് പുറപ്പെട്ടു, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നു. എത്ര വർഷത്തെ അടിമത്വമാണ്? 430 വർഷം. നീ ശ്രദ്ധിച്ചോ, 430 വർഷത്തെ അടിമത്വത്തിൽ നിന്ന് ദൈവം ഇസ്രായേലിനെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നിട്ട് ഇപ്പോൾ അവരോട് നിൽക്കുക, ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. 430 വർഷം കൊണ്ട് നടക്കാത്തൊരു സംഭവത്തിന് തമ്പുരാൻ ചെയ്തെടുത്ത് കൊണ്ടുവന്ന് ഇപ്പൊ ചെങ്കടൽ നിൽക്കുമ്പോൾ പറയുക, അയ്യോ ഞങ്ങൾ ഈ ചെങ്കടലിൽ ചത്തുപോകുമെന്ന്. കാര്യം മനസ്സിലായോ? 430 വർഷം അടിമത്തത്തിൽ പിടിച്ചിട്ട് ഇനി ഞങ്ങളുടെ തലമുറകൾക്ക് ഇവിടെ നിന്ന് രക്ഷയില്ല എന്ന് നാട്ടുകാരും വീട്ടുകാരും അറിയുന്നവരും ഒക്കെ പറഞ്ഞെടുത്ത് നിന്ന് തമ്പുരാൻ വലിച്ചെടുത്ത് പുറത്തു കൊണ്ടുവന്നപ്പോ ഇപ്പൊ മുമ്പിൽ കണ്ട ഒരു ചെങ്കടലിനെ നോക്കി പറയുക, അയ്യോ ഞങ്ങൾക്ക് ഇനി രക്ഷയില്ല, ഈ ചെങ്കടലിൽ ഞങ്ങളെ കൊല്ലാനാണോ മോശയെ നീ ഞങ്ങളെ കൊണ്ടുവന്നത്? നിങ്ങളുടെ 430 വർഷത്തെ ബന്ധനം മറക്കാൻ എന്റെ കർത്താവിന് കഴിയുമെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ഈ തിരമാലയെ തട്ടിക്കളയാൻ തമ്പുരാന് നിമിഷ നേരം മതി. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കഴിഞ്ഞ 5 വർഷം കൊണ്ട്, കഴിഞ്ഞ 10 വർഷം കൊണ്ട്, കഴിഞ്ഞ 20 വർഷം കൊണ്ട് നിങ്ങൾ ഞെരുക്കിയിരുന്ന ബന്ധനത്തിന്റെ കെട്ടുപൊട്ടിപ്പാൻ എന്റെ കർത്താവിന് കഴിയുമെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഏത് വിഷയത്തെ ചൊല്ലി ഭാരപ്പെടുന്നുവോ, ഏത് വിഷയത്തെ നോക്കി നിങ്ങൾ ആന്താളിച്ച് നിൽക്കുന്നുവോ, ഏത് വിഷയം നിങ്ങളെ കൊണ്ട് നീക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഭാരപ്പെടുന്നുവോ, അതിനെ നീക്കുവാൻ എന്റെ കർത്താവിന് നിമിഷ നേരം മതി. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ സ്നാപകന്റെ ചോദ്യം, വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ മറ്റാർക്കും വേണ്ടി കാത്തിരിക്കണോ? കർത്താവ് പറഞ്ഞു, യോഹന്നാനെ, നീ കിടക്കുന്ന കാരാഗ്രഹം നോക്കിയിട്ട് നിന്റെ വിശ്വാസത്തെ അളക്കരുത്. നീ കടന്നു പോകുന്ന പാതയെ നോക്കിക്കൊണ്ട്, നിന്റെ ഇപ്പോഴത്തെ ഞെരുക്കത്തെ നോക്കിക്കൊണ്ട്, നിന്റെ ഇപ്പോഴത്തെ ഇല്ലായ്മയെ നോക്കിക്കൊണ്ട്, നിന്റെ ഇപ്പോഴത്തെ രോഗത്തെ നോക്കിക്കൊണ്ട്, നിന്റെ ഇപ്പോഴത്തെ തടസ്സത്തെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ഇടപെടലിന് നീ അളക്കരുത്. വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ നീ രക്ഷ പ്രാപിക്കും. നമ്മൾ ദൈവത്തോട് എത്രത്തോളം അടുത്ത് ചെല്ലുന്നു. ഈ 19-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. അവിടെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു, നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവൻ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ. ഇതാരായി പറയുന്നേ? ഇസബെൽ. അഭിഷേകമുള്ളവരും പ്രാർത്ഥിക്കുന്നവരും അറിയേണ്ട ഒരു കാര്യം, ഇതൊരു യുദ്ധം. എന്നെ അവരോട് ഇങ്ങനെ എന്നെ പറഞ്ഞു വിട്ടു. ഇപ്പൊ സത്യം നിങ്ങൾ നോക്കിയാ, എലിയാ പ്രവാചകൻ ഒരു ഭാഗത്ത് നിപ്പുണ്ട്, മറുഭാഗത്ത് ഇസബേല് ഒരാളെ വിട്ടേച്ച് പറയുക, നീ പോയി ഏലിയാ പ്രവാചകനോട് പോയേച്ച് പറയണം, അവൻ വാളാലെ വെട്ടിക്കൊന്ന 450 പ്രവാചകന്മാരുണ്ടല്ലോ, അവരിൽ ഒരുത്തനെ പോലെ ഞാൻ ഏലിയാ പ്രവാചകനെയും ചെയ്തില്ല എങ്കിൽ എൻ്റെ ദൈവന്മാർ തക്കവണ്ണം അധികമൊക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം ഏലിയാവ് എന്ത് ചെയ്തു? ഭയപ്പെട്ടു. ഭയം. പ്രൈസ് ദി ലോർഡ്. ഭയം. ഒത്തിരി ആത്മീയർ ക്ഷീണിച്ചു പോകുന്ന മേഖല ഭയമാണ്. പ്രൈസ് ദി ലോർഡ്. നന്നായിട്ട് പ്രാർത്ഥിച്ച് നന്നായിട്ട് ദൈവസന്നിധിയിൽ നിന്നവര് നമ്മൾ തിരിച്ചറിയേണ്ടത് അതാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, ഞങ്ങൾ ജഡത്തിൽ ജീവിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, അത് കോട്ടകളെ ഇടിപ്പാൻ കഴിവുള്ള ദൈവത്തിന്റെ, പ്രൈസ് ദി ലോർഡ്, വലിയ പ്രവർത്തികളാ. അത് സ്വർഗീയ സേനയാ. അത് ഈ ലോകത്തില് കണ്ണാലെ കാണുന്ന ഒന്നുമല്ല. അത് ദൈവത്തിന്റെ സേനയാ. അത് സ്വർഗത്തിന്റെ പ്രവൃത്തിയാ. അത് ദൈവത്തിന്റെ വലിയ ഇടപെടലാ.
നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന വിഷയങ്ങളെ നോക്കി വെച്ച് പറയേണ്ടത്, ഞാനൊരു യുദ്ധത്തിലാണ്, ഇതൊരു ആത്മയുദ്ധമാണ്. അവരെനിക്കൊന്നും ചെയ്തു തന്നില്ല, അവരെൻ്റെ കാര്യം പറഞ്ഞില്ല, ഞാൻ പറഞ്ഞിട്ട് അവർ കേട്ടില്ല. യോ, നിങ്ങളുടെ വിഷയം തീർക്കേണ്ടത് ഇവരല്ല, അവിടെയാ. നിങ്ങൾ നിൽക്കുന്ന മണ്ഡലം നേരെയാ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നോക്കിയേ, ഏലിയാവിനോട് പറഞ്ഞത് ആഹാബാണോ? ഇസബേൽ. എന്തിനാ ഇസബേൽ ഈ പറയുന്നേ? കർമ്മേലിൽ പ്രവാചകന്മാരെ കൊന്നെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് ആഹാബല്ലേ? രാജാവ് ആഹാബായതുകൊണ്ട് ആഹാബിന് പറയാം, ഏലിയാവേ നീ ചെയ്തത് ശരിയല്ല, പ്രൈസ് ദി ലോർഡ്, നിനക്കുള്ള ശിക്ഷ വരുന്നുണ്ടെന്ന് ആഹാബിന് പറയായിരുന്നു. പറഞ്ഞതാരാ? ഇസബേൽ. ഇസബേൽ എന്ന് പറയുന്നത് തന്നെ, ഇസബേലിന്റെ അപ്പന്റെ പേര് തന്നെ ബാലാണ് ദൈവം എന്നാണ്. ഇസബേൽ എന്ന് പറഞ്ഞാലും അതൊക്കെ തന്നെയാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് യഹോവയാണ്, ഏലിയാവെന്ന വാക്കിന്റെ അർത്ഥം എന്ന് അറിയാമോ? ഇസബേൽ എന്ന് പറഞ്ഞാല് പ്രൈസ് ദി ലോർഡ്, ബാൽ, ഇസബേൽ, ബാൽ, ബാലാണ് ദൈവം എന്ന് പറഞ്ഞ് ബാലിന് മഹത്വം കൊടുക്കുന്ന പേര് ചുമന്നോട് നടക്കുക ഇസബേല്. ഏലിയാവിന്റെ വാക്കിന്റെ അർത്ഥം എന്തുവാ? യഹോവയാണ് ദൈവം. പ്രൈസ് ദി ലോർഡ്. യുദ്ധം മനസ്സിലായോ? യഹോവയാണ് ദൈവം. ഒരു ഭാഗത്ത് ഇസബേൽ പറയുക ബാലാണ് ദൈവം, മറുഭാഗത്ത് ഏലിയാവ് പറയുക ഇല്ല, യഹോവയാണ് ദൈവം. പ്രൈസ് ദി ലോർഡ്. ഈ യുദ്ധം നടക്കുന്നത് രണ്ട് മണ്ഡലങ്ങൾ തമ്മിലാ. ആരൊക്കെയാ? ഒന്ന് കർത്താവിന്റെ നാമത്തിൽ നിൽക്കുന്നവനും, രണ്ട് പിശാചിന് വേണ്ടി നിലകൊള്ളുന്നവനും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നിങ്ങളെ ക്ഷീണിപ്പിച്ച് കളയുവാൻ ശത്രു ഒരുപക്ഷെ നിങ്ങളെ ഭയപ്പെടുത്തുന്ന വാക്കുകൾ പറയുമ്പോൾ അത് കേട്ട് നിങ്ങൾ ഭയപ്പെട്ട് ഓടരുത്. പകരം പറയണം, ഞാൻ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവളാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിൽക്കുന്നത് ഒരു ആത്മീക യുദ്ധത്തിലാ. പ്രൈസ് ദി ലോർഡ്. എന്റെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നിൽക്കുന്ന മണ്ഡലം മനസ്സിലായാൽ യുദ്ധം എളുപ്പമാണ്. നമ്മളും മനുഷ്യരെ പോലെ മറ്റുള്ളവരെ പോലെ നിൽക്കാൻ തുടങ്ങിയാലേ. അപ്പോസ്തലനായ പൗലോസ് ഒരു തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നത്, വായിച്ച 2 തിമോത്തിയോസ് 1:7 വാക്യം. ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്ര ദൈവം നൽകിയിരിക്കുന്ന. പ്രൈസ് ദി ലോർഡ്. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല. ഭയമുണ്ടെങ്കിൽ ഇന്ന് പകലിൽ പറയണം, പ്രൈസ് ദി ലോർഡ്, എന്നെ ഭരിക്കുന്ന, എന്റെ മേൽ ഭയമിടുന്ന എല്ലാ ഭയത്തിന്റെ ഭീരുത്വത്തിന്റെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ എന്നെ വിട്ട് മാറിപ്പോകട്ടെ. പ്രൈസ് ദി ലോർഡ്. നാളെയെ കുറിച്ച് എന്നെ ഭയപ്പെടുത്തുന്ന, എന്റെ പഠനത്തെ കുറിച്ച് എന്നെ ഭയപ്പെടുത്തുന്ന, എന്റെ ജോലിയെ കുറിച്ച് എന്നെ ഭയപ്പെടുത്തുന്ന, എന്റെ ഭാവി ജീവിതത്തെ കുറിച്ച് എന്നെ ഭയപ്പെടുത്തുന്ന ഭീരുത്വത്തിന്റെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ എന്നെ വിട്ട് മാറിപ്പോകട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നൽകിയിരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ. പ്രൈസ് ദി ലോർഡ്. കാണാതെ പഠിച്ച് അടിവരയിട്ട് എഴുതി വെച്ച് പറഞ്ഞോളണം. എപ്പം ഭയമുണ്ടെങ്കിലും പറയണം, എന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്നത് ഭയത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെ ആത്മാവിനെയാ. That is the power of the Holy Spirit. The Spirit of God will remove the fear and will give you strength. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഭയത്തെ മാറ്റി നിങ്ങളുടെ മേൽ എന്ത് ചെയ്യും? ശക്തി തരും. Praise the Lord. ഏലിയാവിനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. കർമ്മേലിൽ നിന്ന് ഏലിയാവ് ബേർശേബയിലോട്ട് പോയി. കർമ്മേലിൽ നിന്ന് ബേർശേബയിലേക്കുള്ള ദൂരം 100 മൈലാണ്. എത്ര? 100 മൈൽ. ഈ ബേർശേബയിൽ എത്തിയിട്ട് ബാല്യക്കാരനെ അവിടെ നിർത്തി. എന്നിട്ട് നേരെ വന്ന് പ്രൈസ് ദി ലോർഡ് ഹോരേബിലേക്ക് പോവുക, മരുഭൂമിയിലോട്ട് വന്നിരിക്കുക. അപ്പൊ നേരെ വന്ന് മരുഭൂമിയിലോട്ട് ഇരുന്നപ്പോ ദൈവം തന്റെ ദൂതനെ അയച്ചിട്ട് പറഞ്ഞു, ഏലിയാവ് അവിടെ മരുഭൂമിയിൽ ഇരിപ്പുണ്ട്, അവന് തിന്നാൻ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, കർത്താവേ, ഏലിയാവിന് പണ്ടും വിശന്നിരുന്നിട്ടുണ്ട്. എപ്പോഴാ? ക്ഷാമം വന്നപ്പോ, അല്ലേ? ക്ഷാമം വന്നപ്പോ ദേശം മുഴുവനും പ്രൈസ് ദി ലോർഡ്. അത് ഏലിയാവ് തന്നെ പറഞ്ഞതാ. ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ദേശത്ത് മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. അന്ന്
തുടങ്ങിയ ക്ഷാമമാ 3-3.5 വർഷം. പ്രൈസ് ദി ലോർഡ്. മഴയില്ല, മഞ്ഞില്ല, ദേശം മുഴുവനും വിണ്ടു കീറി. പ്രൈസ് ദി ലോർഡ്. കുളത്തിലൊന്നും വെള്ളമില്ല, കിണറുകളിലും വെള്ളം വറ്റി. പ്രൈസ് ദി ലോർഡ്. ആഹാരമില്ല, പട്ടിണിയാ. അങ്ങനെയാണ് സാരാഫാത്തിലെ പട്ടിണിയിൽ മരിക്കാനിരിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് ദൈവം ഏലിയാവിനെ പറഞ്ഞു വിടുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഏലിയാവ് വന്ന് കെരീത്ത് തോട്ടിൽ ഇരിക്കുമ്പോൾ ആദ്യം കാക്കയെ കൊണ്ട് ആഹാരം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. കാക്കയെ ആഹാരം കൊടുത്തു കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടം നിങ്ങൾക്കറിയാം. ദൈവം ഏലിയാവിനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് സാരാഫാത്തിലോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ സാരാഫാത്തിലോട്ട് പോയി. അവിടെ ഒരു വിധവ അവളുടെ മകൻ അവസാനത്തെ അപ്പം ഉണ്ടാക്കി കൊടുത്ത് മരിപ്പാനിരിക്കുന്ന വിധവയുടെ കയ്യിൽ നിന്ന് ആഹാരം മേടിച്ചു കൊടുത്തുകൊണ്ട് സാരാഫാത്തിൽ ഏലിയാവും ജീവിച്ചു, ആ വിധവയും മകനും ജീവിച്ചു. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ ഭാഗത്ത് കാണുമ്പോൾ 100 കിലോമീറ്ററോളം 100 മൈലുകളോളം യാത്ര ചെയ്ത് ഏലിയാവ് ഇപ്പോൾ മരുഭൂമിയിൽ വന്നിരിക്കുക. അവിടെ വന്നിരിക്കുമ്പോൾ ഒരു ചൂരച്ചെടി നമ്മൾ ആധാരം കാണുന്ന മുള്ളു ചെടിയല്ല. പ്രൈസ് ദി ലോർഡ്. ചൂരച്ചെടി ഇച്ചിരി വലിപ്പമുള്ള ചെടി എന്നൊക്കെയാണ് പറയുന്നത്. ചിലപ്പോൾ തണൽ കാണും, തണൽ കാണത്തില്ല. പണ്ഡിതന്മാർ പല അഭിപ്രായക്കാരാ. എന്തായാലും ആ ചൂരച്ചെടിയുടെ കീഴിൽ വന്ന് ഏലിയാവ് അങ്ങനെ കടന്നിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ദൂതൻ വന്നിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് തിന്നാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവൻ ഉണർന്ന് നോക്കുമ്പോൾ അവിടെ കരണ്ടുമേൽ ചുട്ട അടയും പ്രൈസ് ദി ലോർഡ് ഇച്ചിരി തുരുത്തിയിൽ വെള്ളവും ഇരിപ്പുണ്ട്. അത് കഴിച്ചു, കുടിച്ചു, പിന്നെയും കിടന്നുറങ്ങി. രണ്ടാമതും കൊടുത്തേച്ചു പറഞ്ഞു, എഴുന്നേറ്റ് കഴിക്കുക, നിനക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ടല്ലോ. അവിടെ നിന്ന് യാത്ര ചെയ്തു. കർത്താവിന്റെ ചോദിച്ചു, കർത്താവേ എന്തിനാ പ്രൈസ് ദി ലോർഡ് ഇപ്പം ദൂതനെ അയച്ച് ആഹാരം കൊടുത്തത്? തമ്പുരാൻ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ദേശത്ത് മുഴുവനും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ദൈവമക്കൾക്ക് തമ്പുരാൻ വഴികൾ തുറന്നു കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു ഭക്തൻ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ അവന് കരുതലല്ല വേണ്ടത്, അവിടെ സ്വർഗത്തിന്റെ സാന്നിധ്യമാ വേണ്ടേ. ദേശത്ത് മുഴുവനും ക്ഷാമമായപ്പോ ഏലിയാവിന് കാക്കയെയും സാരാഫാത്തിലെ വിധവയും കൊണ്ട് ആഹാരം കൊടുപ്പിച്ചു. ഇപ്പൊ ഏലിയാവ് ഒറ്റപ്പെട്ട് ക്ഷീണിച്ച് തളർന്ന് ഒരുപാട് ചോദ്യവുമായി ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ജീവഭയത്തിൽ പ്രാണഭയത്തിൽ ഇരിക്കുമ്പോ തമ്പുരാൻ പറഞ്ഞു, ഇപ്പൊ പോകേണ്ടത് കാക്കയുമല്ല മനുഷ്യനുമല്ല, സ്വർഗത്തിലെ ദൂതന്മാരായി ഇറങ്ങേണ്ടേ. നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ ദൈവത്തോട് പറ്റി നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം, നിങ്ങളുടെ ശോധനകളുടെ നടുവിൽ തമ്പുരാൻ ദൂതന്മാരെ ഇറക്കും. പ്രൈസ് ദി ലോർഡ്. ഉദാഹരണങ്ങൾ ഞാൻ ആവർത്തിച്ച് വേണമെങ്കിൽ പറഞ്ഞുതരാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പഴയ നിയമത്തില് പ്രൈസ് ദി ലോർഡ് യാക്കോബിനെ ഒന്ന് നോക്കിയേ. അപ്പന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് അമ്മാവന്റെ വീട്ടിലേക്കുള്ള വഴിയാത്രയാ. എന്തുവാ നടക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. ഇനി അപ്പനെ കാണുമോ അമ്മയെ കാണുമോ തന്റെ കുടുംബ വീട്ടിലേക്ക് മടങ്ങി വരെ ഉണ്ടാകുമോ എന്നൊന്നും അറിയത്തില്ല. ആ വഴിയാത്രയിൽ ബേഥേലിൽ എത്തിയപ്പോ പ്രൈസ് ദി ലോർഡ് അവിടെ ഒരു കല്ലെടുത്ത് തലയണയായി വെച്ച് കിടക്കുമ്പോ കാണുന്ന കാഴ്ച എന്തുവാ? സ്വർഗം തുറന്ന് ദൂതന്മാർ ഇറങ്ങുന്ന കാഴ്ച അവൻ അവിടെ കാണുകയാണ്. ദൈവത്തോട് പറ്റി നിൽക്കുന്ന, ആത്മാവിൽ ആരാധിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലിന് നിങ്ങളുടെ ശോധനയുടെ നടുവിൽ ദൂതന്മാർ ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ അപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച മനുഷ്യരൊന്നും അല്ലായിരിക്കും, ദൈവത്തിന്റെ നേരിട്ടുള്ള ഇടപെടൽ നമ്മൾ അനുഭവിച്ചറിയുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. 19-ാം അധ്യായത്തിലോട്ടൊന്ന് വന്നേ. 19-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങളോടൊന്ന് വായിച്ചേ. കർമ്മേലിൽ നിന്ന് ബേർശേബ വരെയുള്ള ദൂരം 100 മൈൽ. ബേർശേബയിൽ വന്നിട്ട് മരുഭൂമിയിൽ വന്നിരുന്ന ഏലിയാവിന് ദൂതൻ കഴിക്കാൻ അടയും തുരുത്തിയിലെ വെള്ളവും കൊടുത്തു. ഓർത്തോളണം. അവിടെ നിന്ന് എഴുന്നേറ്റ് അടുത്ത യാത്രയാണ് ഹോരേബ്. ഹോരേബ് നിങ്ങൾക്കറിയാം, മോശ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് പ്രമാണം മേടിച്ച സ്ഥലമാണ് സീനായ് പർവ്വതം. അത് തന്നെയാണ് ഹോരേബ്. ഹോരേബോളം നടന്നു. പ്രൈസ് ദി ലോർഡ്. 40 ദിവസം, 40 രാവും 40 പകലും പ്രൈസ് ദി ലോർഡ്. ഈ കഴിച്ച ഒറ്റ അടയുടെയും തുരുത്തിലെ വെള്ളത്തിൻ്റെയും ബലത്തിൽ പ്രൈസ് ദി ലോർഡ് 40 ദിവസം നടന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്നാൽ സ്തോത്രം, ദൈവം നിങ്ങളെ പോഷിപ്പിച്ചാൽ, ദൈവം നിങ്ങൾക്ക് കരുതിയാൽ പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ ഏത് മരുഭൂമിയിലും എത്ര ദിവസം വേണേലും നിങ്ങളെ കൊണ്ട് നടക്കാനായിട്ട് കഴിയും. സ്തോത്രം. നമ്മൾ ഒരു നേരത്തെ ആഹാരം നമ്മൾ ഇച്ചിരി വൈകിപ്പോയാൽ വിറയിൽ വരുന്ന ആൾക്കാരാ. 40 ദിവസം, 40 രാവും 40 ദിവസം പകലുമാണ് പ്രൈസ് ദി ലോർഡ് ഒരു അടയും ഇച്ചിരി വെള്ളവും കുടിച്ചുകൊണ്ട് ആര് നടന്നത്? ഏലിയാവ് നടന്നേ. പ്രൈസ് ദി ലോർഡ്.
അവിടെ എത്തി, ഹോരേബിൽ എത്തി കഴിഞ്ഞിട്ട് ഹോരേബിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ നിൽക്കുക. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം, തനിക്ക് പ്രശ്നമുണ്ടായപ്പോ ഏലിയാവ് പോയി മനുഷ്യരോടല്ല പറഞ്ഞത്, പകരം പോയി ദൈവത്തോടാ പറഞ്ഞേ. സ്തോത്രം. എനിക്ക് കർത്താവേ ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്ക് മതി കർത്താവേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാളും ശ്രേഷ്ഠനല്ലല്ലോ എന്ന് പറഞ്ഞത് മനുഷ്യർ കേൾക്കാനല്ല, മനുഷ്യരുടെ കയ്യടി മേടിക്കാനല്ല, മനുഷ്യരുടെ സിമ്പതി പറ്റാനല്ല, പകരം ആരോടാ പറഞ്ഞത്? ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എനിക്കിനി എന്തുവാ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല, അടുത്ത അടി വഴികളൊന്നും തെളിഞ്ഞു കാണുന്നില്ല, ഞാൻ എന്നാലാവതൊക്കെ ഞാൻ ചെയ്തു നോക്കി, എന്റെ മുമ്പിൽ വഴികളൊക്കെ അടഞ്ഞ മട്ട, ഇനി എന്തുവാ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. മനുഷ്യർ പലതും പറയുന്നു, കർത്താവേ അവിടുത്തെ ശബ്ദം കേൾക്കുക, ഞാൻ എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുക. ദൈവത്തോട് പറഞ്ഞാൽ തമ്പുരാൻ ഒരു ഉത്തരമുണ്ട്. നിങ്ങളുടെ മുമ്പ് വഴികൾ തുറന്ന് കാണാതെ വരുമ്പോ, നിങ്ങൾക്ക് അടുത്ത് എന്തുവാ ചെയ്യേണ്ടതെന്ന് അറിയാതെ വരുമ്പോ, പ്രൈസ് ലോർഡ്, ദൈവത്തിന്റെ വാതിൽ പോയി മുട്ടണം. തമ്പുരാൻ നിങ്ങളോടൊരു മറുപടി പറയാനുണ്ട്. നമ്മൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക എന്ന് പറയുമ്പോൾ, നമ്മൾ വചനത്തിനകത്ത് മുഴുവനും കേട്ടത് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. പ്രൈസ് ലോർഡ്. ആ ഭൂകമ്പത്തിൽ നിന്ന് ദൈവം സംസാരിച്ചു. സ്തോത്രം. തീ പോലെ ഇറങ്ങി, പ്രൈസ് ലോർഡ്, മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് തീ പോലെ ഇറങ്ങി വന്നു എന്നാ പറഞ്ഞ്. നമുക്കിങ്ങനെയൊക്കെ നമുക്കറിയുന്നത്, ഏലിയാവിനും അങ്ങനെയൊക്കെ അറിയത്തുള്ളൂ. അങ്ങനെ ദൈവസന്നിധിയിൽ പോയി നിൽക്കുമ്പോൾ ആദ്യം കേട്ടത് എന്തുവാ? വലിയൊരു കൊടുങ്കാറ്റിന്റെ ശബ്ദം കേട്ടു. പ്രൈസ് ലോർഡ്. വലിയൊരു കൊടുങ്കാറ്റില് ഏലിയാവ് വിചാരിച്ചു ഭയങ്കര മുഴക്കത്തോടെ കൊടുങ്കാറ്റൊക്കെ അടിച്ച് ബഹളം ഉണ്ടാക്കി വരികയല്ലേ, ദൈവത്തിന്റെ ശബ്ദം ഇതിനകത്ത് ഉണ്ടായിരുന്നോ? ഇല്ല. രണ്ടാമത് ഭൂകമ്പം ഉണ്ടായി. ഏലിയാവ് പറഞ്ഞു, ഇതിനകത്ത് ദൈവത്തിന്റെ ശബ്ദമുണ്ട്, കാരണം കർത്താവ് വരുമ്പോൾ ഭൂകമ്പം ഉണ്ടാകും. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് ഭൂകമ്പത്തിനകത്ത് ഉണ്ടാകും എന്ന് വിചാരിച്ചു, അതിനകത്തും ഇല്ലായിരുന്നു. മൂന്നാമത് പ്രൈസ് ലോർഡ്, തീ ഇറങ്ങി. ആ തീ വന്നപ്പോ ഏലിയാവ് വിചാരിച്ചു തീയിലൂടെ ദൈവം സംസാരിക്കുമെന്ന്. ഇനി എന്നെ ശ്രദ്ധിച്ചേ, ഏറ്റവും ശക്തമേറിയ ശബ്ദങ്ങളും മനുഷ്യൻ ഭയപ്പെടുന്ന പലതും കേട്ടിട്ട് അതിനകത്ത് ദൈവം ഇടപെട്ടില്ല. പിന്നെ തമ്പുരാന്റെ ശബ്ദം എന്തായിരുന്നു? ശാന്തമായ ശാന്തമായ. ചില സമയത്തെ വലിയ ബഹളങ്ങളോ ഒച്ചപ്പാടുകളോ അലറിക്കൂവിയുള്ള പ്രാർത്ഥനയോ ഒന്നുമില്ലാതെ നിങ്ങളൊന്ന് ശാന്തമായ ദൈവത്തിലേക്ക് ഒന്ന് പോയിരിക്കുക. നിങ്ങളൊന്നും ചെയ്യണ്ട. സ്തോത്രം. ചില പ്രാർത്ഥനകളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് പോയിരിക്കുമ്പോൾ തമ്പുരാൻ പറയും, നീ ഒന്നും ചെയ്യണ്ട, നീ ഉണ്ടായിരിക്കാൻ പറയാം, നീ വെറുതെ ഇരിക്കുക, എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ പ്രാർത്ഥിച്ച് തീർന്നില്ല, അതാ പറഞ്ഞേ, നീ പണ്ട ദൈവത്തിൽ പോയി ഇരിക്കുക. നിങ്ങൾ ഒത്തിരിയും സംസാരിച്ച്, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പ്രൈസ് ദി ലോർഡ് ക്ഷീണിച്ചൊന്നും പോകണ്ട. നിങ്ങൾ പോയി അവിടെ ചെന്നൊന്ന് ഇരിക്കുക. ദൈവത്തോട് പറ, കർത്താവേ എനിക്ക് ശബ്ദം ഒന്ന് കേൾക്കണം. ഒരുപാട് ശബ്ദങ്ങൾ, സ്തോത്രം. ദൈവസന്നിധിയിൽ പോയിരുന്നാലും ജോലിക്ക് പോയാലും നിങ്ങൾ കേൾക്കുന്നത് മുഴുവനും ഭൂകമ്പവും തീയുടെയും പ്രൈസ് ദി ലോർഡ് കൊടുങ്കാറ്റിന്റെയൊക്കെ ശബ്ദമല്ലേ? പ്രൈസ് ദി ലോർഡ്. ജോലി സ്ഥലത്തുള്ള ശബ്ദം, വീട്ടിലെ ശബ്ദം, മക്കളുടെ ശബ്ദം, സ്കൂളിലെ ശബ്ദം, കോളേജിലെ ശബ്ദം, ഫ്രണ്ട്സിന്റെ ശബ്ദം, നിങ്ങളുടെ തല മുഴുവനും പല ശബ്ദങ്ങളാ. കർത്താവ് പറയുക, അതൊക്കെ ഒന്ന് നിർത്തിയിട്ട് നീ ഒന്ന് ശാന്തമാവ്, എനിക്ക് നിന്നോട് സംസാരിപ്പാനുണ്ട്. നിങ്ങൾക്കറിയാമോ, നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തെ ഈ റേഡിയോ വേവ്സ് ഉണ്ടല്ലേ? ഉണ്ടോ? ഇല്ലേ? റേഡിയോ വേവ്സ്. അതറിയണമെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ FM ഒന്ന് ഓണാക്കുകയോ ഒരു റേഡിയോ കൊണ്ടുവന്ന് അതിൻ്റെ ആദ്യം വെച്ചിരി ഒന്ന് പൊക്കി വെച്ച് ഇവിടെ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 92.5 FM എന്നൊക്കെ പറഞ്ഞ് നിങ്ങളങ്ങ് പാട്ട് കേൾക്കും. അപ്പം എൻ്റെ ചോദ്യം, ആ പാട്ട് ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്. ആ വേവ്സിനകത്തൂടെ ഉണ്ട്. പക്ഷെ എന്തുവാ ചെയ്യണ്ടേ? നിങ്ങൾ കൊണ്ടൊന്ന് ട്യൂൺ ചെയ്യണം. അതാണ്, നിങ്ങളതുമായിട്ടൊന്ന് ട്യൂൺ ചെയ്യണം. തമ്പുരാന്റെ ശബ്ദം നിങ്ങൾ കേൾക്കണമെങ്കിൽ നിങ്ങളൊന്ന് ശാന്തമായി, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾക്ക് ഈ ചാനലുകൾ പിടിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ചില ചാനലുകൾ നിങ്ങൾ ഇങ്ങനെ ട്യൂൺ ചെയ്യുമ്പോൾ പ്രൈസ് ദി ലോർഡ് മറ്റുള്ള ഇളർച്ചകളും അങ്ങനെ അലർച്ച പോലത്തെ ശബ്ദങ്ങൾ കാര്യം എന്തുവാ, അത് ട്യൂൺ ചെയ്യുന്നതിനകത്ത് കറക്റ്റ് പോയിന്റിൽ വരുമ്പോഴേ ആ ചാനൽ വ്യക്തമായിട്ട് കേൾക്കത്തുള്ളൂ. ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ നന്നായിട്ടൊന്ന് ട്യൂൺ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഭൂകമ്പമുണ്ടായപ്പോ പ്രൈസ് ദി ലോർഡ് ഏലിയാവ് പറഞ്ഞു, ദാ തമ്പുരാൻ വരുന്നുണ്ട്, ദൈവത്തിന്റെ ശബ്ദം കേൾക്കും. രണ്ടാമത്തെ പ്രാവശ്യം പ്രൈസ് ദി ലോർഡ് തീയിൽ വരുമ്പോഴത്തേക്കും ഏലിയാവ് പറഞ്ഞു, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാം. മൂന്നാമത് പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, വലിയ കൊടുങ്കാറ്റിൽ വരുമ്പോൾ പറഞ്ഞു, ഇതിനകത്ത് ദൈവത്തിന്റെ ശബ്ദമുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ശബ്ദം ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു.
ശാന്തമായി ദൈവം ചോദിക്കുക, ഏലിയാവേ, നിനക്കിവിടെ എന്താ കാര്യം? അത് കഴിഞ്ഞിട്ട് ഏലിയാവിന് ദൈവം ചിലത് ഏൽപ്പിക്കുക. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി 40 ദിവസം പ്രൈസ് ലോർഡ് സ്തോത്രം മരുഭൂമിയിലൂടെ വഴിയാത്ര ചെയ്ത് ഇവിടെ ഹോരേബോളം എത്തുന്ന സമയം വരെയും ഏലിയാവിന്റെ മുമ്പിലുണ്ടായിരുന്ന ചോദ്യം, കർത്താവേ, അടുത്ത് എന്തുവാ? സ്തോത്രം കർമ്മേലിൽ നിന്ന് ബേർശേബ വരെയുള്ള 100 മൈൽ യാത്രയിലും ഏലിയാവ് ചോദിച്ച ചോദ്യമുണ്ട്, കർത്താവേ, ഇനി അടുത്ത് എന്തുവാ? ഞാനിനി എന്തുവാ ചെയ്യേണ്ടത്? എനിക്ക് മുമ്പ് വഴികൾ അറിയുന്നില്ല. ഇസബേൽ എന്നെ കൊന്നുകളയുമെന്ന് ചാരന്മാരെ അയച്ച് ഭീഷണിപ്പെടുത്തിയിരിക്കുക. എനിക്ക് ജീവഭയമുണ്ട്. ഞാൻ എന്തുവാ ചെയ്യേണ്ടത്? പ്രൈസ് ലോർഡ്, എന്റെ ആത്മാവിനെ നീ അങ്ങ് എടുത്തുകൊള്ളണം. എന്റെ പിതാക്കന്മാരെക്കാളും ഞാൻ ശ്രേഷ്ഠനല്ലയോ അല്ലല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഏലിയാവിന് കൊടുക്കുവാൻ ദൈവത്തിനൊരു മറുപടി ഉണ്ട്. എവിടാന്നറിയാമോ? അത് ദൈവത്തിന്റെ പർവ്വതത്തിലാ. അത് ദൈവത്തിന്റെ ശബ്ദമാ. അത് കോലാമ്പത്തിലല്ല, അത് കൊടുങ്കാറ്റിലല്ല, അത് തീയുടെ നടുവിലല്ല. പ്രൈസ് ലോർഡ്, അത് വലിയ ശബ്ദത്തിലൊന്നുമല്ല. അത് ശാന്തമായി ദൈവത്തിന്റെ ഒരു ശബ്ദമാണ്. കർത്താവിന് നമ്മളോട് ചിലത് പറയാനുണ്ട്. ശാന്തമായി. സ്തോത്രം. 1 ശമൂവേൽ പുസ്തകത്തിലെ എലി പ്രവാചകനുണ്ട്. പ്രവാചകൻ എലി പുരോഹിതൻ. എലി പുരോഹിതൻ പുരോഹിതനാ. ഏഫോദ് കയ്യിലുണ്ട്. ഏഫോദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാക്കന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ യുദ്ധം ജയിക്കുമോ ഇല്ലയോ എന്ന് ദൈവത്തിന്റെ അരുളപ്പാട് ചോദിക്കാൻ ഏഫോദ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഏഫോദ് ഏലിയുടെ കയ്യിലുണ്ട്. പ്രൈസ് ലോർഡ്, പുരോഹിതനാണ്. അവിടെ യാഗം നടക്കുന്നുണ്ട്, യാഗപീഠമുണ്ട്, ആരാധനയുണ്ട്. പക്ഷെ ദൈവത്തിന്റെ ശബ്ദം അവിടെ ഇല്ല. ആരാ ദൈവത്തിന്റെ ശബ്ദം കേട്ടെ? 12 വയസ്സുകാരനായ ശമൂവേൽ. ദൈവത്തിന് ചിലത് പറയാനുണ്ടെങ്കിൽ ദൈവം തൻ്റെ കുഞ്ഞുങ്ങളോട് അത് പറയും. പ്രൈസ് ലോർഡ്. ഇന്ന് പകൽക്കാലമായി ചലഞ്ച് ചെയ്യും. ട്രൈ ടു ലിസൺ ടു ഗോഡ്. ദൈവത്തിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ ഒന്ന് ശ്രമിച്ചേ. നമുക്ക് ഒരുപാട് ചോദ്യങ്ങളില്ലേ? തമ്പുരാൻ്റെ കയ്യിൽ ഉത്തരവുണ്ട്. ഞാനിനി എന്തുവാ കർത്താവ് ചെയ്യേണ്ടത്? എനിക്ക് എന്തുവാ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. പ്രൈസ് ലോർഡ്, അടുത്ത് എന്തുവാ ഞാൻ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പ്രൈസ് ലോർഡ്, ഇന്ന് പകൽക്കാലം നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടി തമ്പുരാന്റെ കയ്യിലുണ്ട്. മനസ്സൊന്ന് ശാന്തമാക്കി ഒന്ന് ദൈവത്തിലേക്ക് ഒന്ന് താണിരുന്ന് ദൈവത്തോടൊരു വാക്കിലൊന്ന് പറ, കർത്താവേ, അവിടുത്തെ ശബ്ദം നീ എന്നെ കേൾപ്പിക്കണം. അവിടുത്തെ ആലോചന അറിയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കർത്താവേ, എന്നോട് സംസാരിക്കണമേ എന്ന് ദൈവത്തോടൊരു വാക്കിലൊന്ന് പറഞ്ഞ് കണ്ണുകൾ അടച്ച് ദൈവങ്ങളിലേക്ക് ഒന്ന് താഴ്ത്തിയേൽപ്പിച്ച് ദൈവത്തിലേക്ക് ഒന്ന് താഴ്ത്തിയേൽപ്പിച്ച് ദൈവത്തോടൊരു വാക്കിലൊന്ന് പറ, കർത്താവേ, എൻ്റെ മുമ്പിലുള്ള വിഷയങ്ങൾ എന്നെ ഭാരപ്പെടുത്തുന്ന, എന്നെ ഞെരുക്കുന്ന പ്രൈസ് ലോർഡ് എൻ്റെ വിഷയങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. കർത്താവേ, ഞാൻ പലവരും ചെയ്തു നോക്കിയിട്ട് ശരിയാകാത്ത ഒത്തിരി വിഷയങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. കർത്താവേ, നീ എന്നോട് സംസാരിക്കണമേ എന്ന് ദൈവത്തോടൊരു വാക്കിലൊന്ന് പറഞ്ഞു. ദൈവത്തോടൊന്ന് പറഞ്ഞേ, കർത്താവേ, നീ എന്നോട് സംസാരിക്കണം. എൻ്റെ മുമ്പിൽ ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. എനിക്ക് ആരോടും പറയാൻ താല്പര്യമില്ല. ഞാൻ മനുഷ്യരോട് പറയുന്നില്ല. കാരണം ഞാനൊരു ആത്മയുദ്ധത്തിനകത്ത് നിൽക്കുക. ശത്രു എന്നെ പലതും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുവാൻ, എന്നെ ഭയപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ ഭയമുണ്ട് കർത്താവേ. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവേ, ഭയത്തിന് ഞാൻ കീഴ്പ്പെടുന്നില്ല. പകരം ദൈവത്തിന്റെ ശബ്ദത്തിനായി ഞാൻ എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുക. കർത്താവേ, നീ എന്നോട് സംസാരിക്കണമേ എന്ന് ദൈവത്തോടൊരു വാക്കിലൊന്ന് പറഞ്ഞേ. കർത്താവിന്റെ ശബ്ദം എനിക്ക് കേൾക്കണം. എന്നെ തന്നെ മുഴുവനുമായി ശാന്തമാക്കി. കർത്താവേ, എന്നാൽ അവരൊക്കെ ഞാൻ ചെയ്തു നോക്കി. പലരുടെ ശബ്ദം ഞാൻ കേട്ടു, പലരുടെ ആലോചന ഞാൻ കേട്ടു. എനിക്ക് എൻ്റെ കർത്താവിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കണം. എൻ്റെ അടഞ്ഞ വാതിലുകളുടെ മുമ്പിലൂടെ എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ ഭവനത്തിൻ്റെ വിഷയങ്ങളുടെ നടുവിൽ എൻ്റെ കർത്താവിൻ്റെ ആലോചന കേൾക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തയുടെ നടുവിൽ എൻ്റെ കർത്താവിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കുവാൻ ആഗ്രഹമുണ്ട്. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവ് ഏലിയാവിനോട് സംസാരിച്ചതുപോലെ, യാക്കോബിനോട് ഇടപെട്ടതുപോലെ, ശമൂവേൽ ബാലനെ തട്ടി വിളിച്ചതുപോലെ ഇന്ന് പകൽക്കാലം കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുന്ന ദൈവമായിരിക്കുകയാൽ നന്ദിയോടെ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അവിടുത്തെ ശബ്ദം ഞങ്ങൾ കേൾക്കുവാൻ കർത്താവേ, ഞങ്ങളുടെ ശോധനയുടെ നടുവില്, ഞങ്ങളുടെ രോഗത്തിന്റെ നടുവില്, ഞങ്ങളുടെ ഇല്ലായ്മയുടെ നടുവില്, ഞങ്ങളുടെ വല്ലായ്മകളുടെ നടുവില്, ഞങ്ങളുടെ ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ നടുവില് കർത്താവിന്റെ ശബ്ദം ഞങ്ങൾ കേൾക്കുവാൻ, ദൈവത്തിന്റെ ആലോചന ഞങ്ങൾ കേൾക്കുവാൻ സ്വർഗം ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, മനുഷ്യന്റെ ഇടപെടലല്ല കർത്താവേ, ദൈവത്തിന്റെ ആലോചന ഞങ്ങൾ കേൾക്കുവാൻ സ്വർഗമേ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം പ്രാർത്ഥനായി സ്തോത്രം, അനുരചനായി സ്തോത്രം. മഹത്വം ഒരു തിരുമേനിക്കായിരിക്കട്ടെ. സകലവും യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി പ്രാർത്ഥന കേട്ടുമ്പോൾ പ്രിയ പിതാവേ,